9, 8, 7, 6, 5, 4, 3, 2, 1, 0. ജൂലൈ 14 സമയം ഉച്ചതിരിഞ്ഞ് 2:35. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ സെക്കൻഡ് ലോഞ്ച് പാഡിൽ നിന്നും 143 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങളും പേറി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പര്യവേഷണ വാഹനം ഇറക്കുന്ന രാജ്യം എന്ന അത്യപൂർവമായ നേട്ടവും ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ബാഹുബലി എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന LVM-3. ഇന്ന് ഓഗസ്റ്റ് 16 ആയപ്പോഴേക്കും ആ ലക്ഷ്യത്തിലേക്ക് നിർണായകമായ 153 കിലോമീറ്റർ ദൂരം മാത്രം. ഓഗസ്റ്റ് 17 ആകുമ്പോഴത്തേക്കും ഇത് 100 കിലോമീറ്ററായി ചുരുങ്ങുകയും പ്രൊപ്പലർ മൊഡ്യൂളിൽ നിന്നും ലാൻഡർ വേർതിരിച്ച് വീണ്ടും സഞ്ചരിക്കുകയും ചെയ്യും. അത് ഓഗസ്റ്റ് 23 ആകുമ്പോഴേക്കും കേവലം 30 കിലോമീറ്റർ അകലത്തിലാവുകയും പിന്നീട് ലാൻഡറിൽ നിന്നും റോവർ വേർപെട്ട് ഭ്രമണപഥത്തിൽ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശ്രമിക്കുകയും ചെയ്യും. ഈ സോഫ്റ്റ് ലാൻഡിംഗ് ചന്ദ്രനിലെ പകൽ സമയം കേന്ദ്രീകരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നീട് ഭൂമിയിലെ 14 ദിവസം ദൈർഘ്യം വരുന്ന ചന്ദ്രനിലെ ഒരു പകൽ മുഴുവൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ചുറ്റി സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും എന്നാണ് ISRO വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ചരിത്ര നിമിഷത്തിലേക്ക് കേവലം ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ അവസരത്തിൽ ചാന്ദ്രദൗത്യങ്ങളുടെ ചരിത്രം, ഇവയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1959 സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യയുടെ ആളില്ലാത്ത ശൂന്യാകാശ പേടകമായ ലൂണ 3 ചന്ദ്രനിൽ ക്രാഷ് ലാൻഡ് നടത്തിയെന്നു മുതലാണ് മനുഷ്യൻ്റെ ചന്ദ്രനിലേക്കുള്ള യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത്. പിന്നീട് 1969 അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിൽ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കുന്നു. അങ്ങനെ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യ മനുഷ്യനായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി. പിന്നീട് 1990 ഹൈട്ടൺ എന്ന ബഹിരാകാശ വാഹനം ജപ്പാന്റെ സ്പേസ് ഏജൻസിയായ JAXA ചന്ദ്രനിൽ വിജയകരമായി ഇറക്കി. ഇന്ത്യ ഈ പട്ടികയിലേക്ക് വരുന്നത് 2008 ഇന്ത്യയുടെ ഈ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത് ഡോക്ടർ കസ്തൂരി രംഗൻ ISROൻ്റെ ചെയർമാനായതിനു ശേഷമാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം പ്രവർത്തനം ആരംഭിച്ച ISRO എന്ന ഇന്ത്യൻ സ്പേസ് ഏജൻസി ഇന്ന് അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്ത ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഈ ലക്ഷ്യം വിജയിച്ചാൽ, ഇത് വിജയിക്കുക തന്നെ ചെയ്യും, ഇന്ത്യയെ കാത്തു നിൽക്കുന്നത് ഒട്ടനവധി നേട്ടങ്ങളാണ്. 2003 അനുമതി ലഭിച്ച ഈ പദ്ധതി നടപ്പിലാകുന്നത് 2008 ഒക്ടോബർ 22 ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ എന്ന പദത്തിനർത്ഥം ചാന്ദ്രവാഹനം എന്നാണ്. അത് പിന്നീട് 2008 നവംബർ 8 ആയപ്പോഴേക്കും ഭ്രമണം ചെയ്യാൻ തുടങ്ങുകയും നവംബർ 14 ഇമ്പാക്റ്റ് ഓർബിറ്റലിൽ നിന്നും വേർപെട്ട് ചന്ദ്രോപരിതലത്തിൽ ക്രാഷ് ലാൻഡിംഗ് നടത്തി. പ്രധാനമായും 2 തരത്തിലാണ് ഇത്തരം ചാന്ദ്രവാഹനങ്ങൾ ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്നത്. ഒന്ന് ക്രാഷ് ലാൻഡിങ്ങും മറ്റേത് സോഫ്റ്റ് ലാൻഡിങ്ങും. പേര് പോലെ തന്നെ സോഫ്റ്റ് ലാൻഡിംഗ് വളരെ വേഗത കുറച്ച് യന്ത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ വളരെ സാവകാശം ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന രീതിയാണ്. വളരെ വേഗത്തിൽ ക്രാഷ് ലാൻഡ് നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ യന്ത്രങ്ങൾക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഇപ്പോഴുള്ള ഈ ചന്ദ്രയാൻ 3 ദൗത്യവും സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നത്. ചന്ദ്രോപരിതലത്തിൻ്റെ ത്രിമാന മാപ്പ് ഉണ്ടാക്കുക, അതുപോലെ ചന്ദ്രൻ്റെ ഉപരിതലവും അന്തരീക്ഷവും എല്ലാം പഠന വിധേയമാക്കുക, ചന്ദ്രോപരിതലത്തിലെ വിവിധ മൂലകങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കുക, അതുപോലെ ചന്ദ്രനിലെ ജലസാന്നിധ്യം,
ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നിവയായിരുന്നു ചന്ദ്രയാൻ 1 പ്രധാന ദൗത്യങ്ങൾ. ചന്ദ്രയാൻ 1 11 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. പേലോഡുകൾ എന്നാൽ അതിലെ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. ഇതിലെ മൂൺ മിനറോളജി മാപ്പർ, അതുപോലെ മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ റീഡർ തുടങ്ങിയ 2 പേലോഡുകൾ നാസയാണ് നിർമ്മിച്ചത്. ചന്ദ്രയാൻ 1 പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രനെ തുടർച്ചയായി വലയം വെക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുന്ന ഓർബിറ്ററും, അതുപോലെ ഓർബിറ്ററിൻ്റെ അകത്ത് സജ്ജീകരിച്ചിട്ടുള്ള ഇമ്പാക്ടറും. ഇമ്പാക്ടറാണ് ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി ക്രാഷ് ലാൻഡ് ചെയ്തത്. 2009 മാർച്ചിൽ 70,000-ഓളം ചിത്രങ്ങൾ ഇത് ഭൂമിയിലേക്ക് അയച്ചു. പിന്നീട് 2009 ഓഗസ്റ്റ് 30-ന് ചില സെൻസറിൻ്റെ കേടുപാടുകൾ മൂലം ഈ ദൗത്യത്തിൻ്റെ ഏകദേശം 90% പൂർത്തിയാക്കി ദൗത്യം അവസാനിപ്പിച്ചു. 312 ദിവസം കൊണ്ട് 3400 അധികം തവണ ഇത് ചന്ദ്രനെ വലയം വെച്ചു. ഈ പദ്ധതിക്ക് ഏകദേശം 386 കോടി രൂപയാണ് ഇന്ത്യ ചിലവാക്കിയത്. ചന്ദ്രൻ്റെ ഉപരിതല ഘടനയും വ്യതിയാനങ്ങളും പഠിക്കുക, ചന്ദ്രനിലെ ജലത്തിൻ്റെ സാന്നിധ്യവും മറ്റും പരിശോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 പ്രവർത്തനം ആരംഭിച്ചത്. 2007 പ്രവർത്തനാനുമതി ലഭിച്ച ഈ പദ്ധതി 2009 ആയപ്പോഴേക്കും പേടകത്തിൻ്റെ രൂപകൽപ്പന പൂർത്തിയാക്കിയിരുന്നു. ആദ്യം ലാൻഡർ നിർമ്മിക്കാൻ റഷ്യയുടെ സഹായം തേടുകയും പിന്നീട് റഷ്യ പിന്മാറുകയും ചെയ്തതോടെ ഈ പദ്ധതി വീണ്ടും വൈകി. ഒടുവിൽ സ്വന്തമായി ലാൻഡർ നിർമ്മിച്ച് 2019 ജൂലൈ 22-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ലോഞ്ച് പാഡിൽ നിന്നും GSLV Mark 3 റോക്കറ്റിൽ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചു. ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നിവയാണ് ചന്ദ്രയാൻ 2 പ്രധാന ഭാഗങ്ങൾ. ഇതിൽ ലാൻഡറിന് വിക്രം എന്നും റോവറിന് വിജ്ഞാനം എന്ന അർത്ഥം വരുന്ന പ്രഗ്യാൻ എന്നുമാണ് പേരുകൾ നൽകിയത്. പിന്നീട് നാസയുടെ സഹായത്തോടെയാണ് നഷ്ടപ്പെട്ട ലാൻഡറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഓർബിറ്റർ പകർത്തിയ ചിത്രങ്ങൾ ഉപയോഗിച്ച് ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഹൈ റെസല്യൂഷൻ 3D മാപ്പ് തയ്യാറാക്കുകയാണ് ISROയിലെ ശാസ്ത്രജ്ഞന്മാർ. ചന്ദ്രയാൻ 2 വിവിധ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള 8ഓളം പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള അജ്ഞാതമായിട്ടുള്ള സ്ഥലത്താണ് ചന്ദ്രയാൻ 3 ലക്ഷ്യം വെക്കുന്നത്. ഒട്ടനവധി പ്രത്യേകതകളുള്ള ദക്ഷിണ ധ്രുവം അതിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളത് ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ചന്ദ്രയാൻ 2 അവസാന നിമിഷം സംഭവിച്ച പിഴവുകളെല്ലാം പഴുതുകളില്ലാതെ അടിമുടി മാറ്റിയാണ് ഇത്തവണ ചന്ദ്രയാൻ 3 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൂര്യപ്രകാശം ഒരിക്കലും ചെന്നെത്താത്ത അനേകം ഗർത്തങ്ങളുള്ള ദക്ഷിണ ധ്രുവത്തിൽ പഠനങ്ങൾ നടത്താനായാൽ ചന്ദ്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചന്ദ്രയാൻ 2 അവസാന നിമിഷം സംഭവിച്ച പിഴവുകൾ വരാതിരിക്കാനായി ഒട്ടനവധി സജ്ജീകരണങ്ങൾ നടത്തിയാണ് ഇത്തവണ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇനി ചന്ദ്രയാൻ 3 ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, അതിൻ്റെ ഭാരം 2148 കിലോഗ്രാമാണ്. അതുപോലെ വിക്രം എന്ന ഒരു ലാൻഡറും അതിൻ്റെ ഭാരം 1725 കിലോഗ്രാമും. അതുപോലെ പ്രഗ്യാൻ എന്ന റോവറിൻ്റെ ഭാരം 26 കിലോഗ്രാമാണ്. അങ്ങനെ ഏകദേശം 3900-ഓളം കിലോഗ്രാമാണ് ഇതിൻ്റെ ആകെ ഭാരം. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളുമാണ് ചന്ദ്രയാൻ 3 പ്രത്യേകത. ലോകത്തൊരു രാജ്യത്തിനും ഇന്നേ വരെ സാധിക്കാത്ത ദക്ഷിണ ധ്രുവത്തിലെ ലാൻഡിംഗ് എന്ന അപൂർവ നേട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ, അതായത് ഈ പദ്ധതിക്ക് ചിലവായത് ഏകദേശം 615 കോടി രൂപയോളമാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇത്തരം പദ്ധതികൾ വിജയമാക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും. അതോടെ ഇത്തരം പര്യവേഷ വാഹനങ്ങളുടെ നിർമ്മാണത്തിൻ്റെ പ്രധാന വിപണിയാകും ഇന്ത്യ. ഇവിടെ റോവറിൻ്റെ പ്രവർത്തനം മുഴുവനായും സോളാർ എനർജി ഉപയോഗിച്ചായതിനാൽ 14 ദിവസമാണ്, അതായത് ഒരു ചാന്ദ്രദിനത്തിൻ്റെ പകുതി, അവിടുത്തെ പകൽ സമയം ആണിതിൻ്റെ പര്യവേഷ കാലാവധി. ഇത്തവണ ലാൻഡറിൽ പ്രധാനമായും 9 സെൻസറുകളാണുള്ളത്.
അതുപോലെ റിയാക്ഷൻ വീലിൻ്റെ ബലം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് സോഫ്റ്റ് ലാൻഡിങ്ങിന് കുറച്ചുകൂടെ സഹായകമാകും. അതുപോലെ ലാൻഡറിൽ 4 പേലോഡുകളും റോവറിൽ 2 പേലോഡുകളും പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ 1 പേലോഡുമാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനിയുള്ളത് ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. ഇനിയുള്ള ഓരോ നിമിഷവും വളരെ സങ്കീർണമായതും വിലപ്പെട്ടതുമാണ്. ഒടുവിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 മുത്തമിട്ടു എന്ന വാർത്ത കേൾക്കാനായി ലോകം കാതോർത്തു നിൽക്കുകയാണ്. 2020 ആയപ്പോഴേക്കും 146ഓളം ചാന്ദ്രദൗത്യങ്ങളാണ് ലോകത്താകമാനം നടന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും പരാജയമായിരുന്നു. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ദൗത്യത്തിൽ പങ്കാളികളായത്. അവർ നടത്തിയ 59 ദൗത്യങ്ങളിൽ 39 എണ്ണവും വിജയകരമായിരുന്നു. 2ാം സ്ഥാനത്തുള്ള റഷ്യ നടത്തിയ 58 പരീക്ഷണങ്ങളിൽ 18 എണ്ണം വിജയകരമായി പൂർത്തിയാക്കി. തൊട്ടുപിന്നിലുള്ള ചൈന നടത്തിയ 8 പരീക്ഷണങ്ങളിൽ 4 എണ്ണം അവർക്ക് വിജയിക്കാൻ സാധിച്ചു. പിന്നീട് ജപ്പാനാണ്. ജപ്പാൻ നടത്തിയ 6 ദൗത്യങ്ങളിൽ 3 എണ്ണവും വിജയകരമായി പൂർത്തിയാക്കി. ഒടുവിൽ ഇന്ത്യ ഇപ്പോൾ 3ാമത്തെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി ബഹിരാകാശ ദൗത്യങ്ങളാണ് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ആകുമ്പോഴേക്കും മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലിറക്കാൻ ശ്രമിക്കുകയാണ് ആർട്ടിമിസ് എന്ന ദൗത്യത്തിലൂടെ അമേരിക്കൻ സ്പേസ് ഏജൻസി. മുൻപ് 6 തവണ മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ആർട്ടിമിസ് എന്നാൽ ചന്ദ്രൻ്റെ ദേവതയായാണ് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത്. അതിനാലാണ് അവർ ഈ പേര് നൽകിയത്. ഇന്ത്യയുടെ അതേ ലക്ഷ്യവുമായി റഷ്യയുടെ ലൂണ 25ഉം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11 പുലർച്ചെ 4 മണിക്ക് അതിവേഗ റോക്കറ്റായ സോയൂസ് 2-1Bയിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചിട്ടുണ്ട്. കേവലം 5.5 ദിവസം കൊണ്ട് ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുകയും പിന്നീട് 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ, അതായത് ഓഗസ്റ്റ് 23 തന്നെയാണ് ലൂണ 25ഉം സോഫ്റ്റ് ലാൻഡിങ്ങിന് ശ്രമിക്കുന്നത്. ലൂണ 25ൽ ആകെ 9 ഉപകരണങ്ങളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാൻഡർ ഭാരം 1.8 ടണ്ണും അതുപോലെ പേലോഡ് ഭാരം 31 കിലോഗ്രാമുമാണ്. ഏറെക്കുറെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3ൻ്റെ അതേ ലക്ഷ്യവുമായാണ് റഷ്യയുടെ ലൂണ 25ഉം ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. ചന്ദ്ര ഉപരിതലത്തിലെ പാറയും മണ്ണും ശേഖരിക്കുക, അതുപോലെ അവിടെയുള്ള ജലത്തിൻ്റെ സാന്നിധ്യം തേടുക തുടങ്ങി ഒട്ടനവധി ലക്ഷ്യങ്ങളാണ് ലൂണ 25നുള്ളത്. ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ഏറ്റവും ദുർഘടമായ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആരാണ് ആദ്യം സോഫ്റ്റ് ലാൻഡ് നടത്തുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 അതോ ലൂണ 25?